തന്നെ 2-3 പേരുണ്ട് കേട്ടോ. കണ്ണൂരുകാരി ഫ്രണ്ട് ഉണ്ട് എനിക്ക്, സുനിത. അവളുടെ അവിടെ മാച്ചി എന്നാ പറയാ. അതെ, എല്ലാവർക്കും എൻ്റെ ഫാമിലിയിലോട്ട് സ്വാഗതം കേട്ടോ. ഈ വ്ളോഗിലുള്ളത് കഴിഞ്ഞ ദിവസം ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോയുടെ തുടർച്ചയാണ് കേട്ടോ. ആ ക്ലീനിങ് വ്ളോഗ് എല്ലാത്തിലും ഒരു വീഡിയോയിൽ തന്നെ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ലെങ്തി ആയി പോകും. കഴിഞ്ഞ പ്രാവശ്യം ഇട്ട് തന്നെ ഇത്തിരി ലെങ്തിയാണ്. അപ്പോൾ ഞാനതന്നെ രണ്ട് പാട്ടാക്കിയിട്ട് ഇടാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. ഞാൻ തന്നെ ചെടി നടലും പരിപാടികളും കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്ത് മുറ്റടിക്കാൻ പോണേക്കാളും മുന്നുള്ള ഒരുക്കങ്ങളാണ് കേട്ടോ. എൻ്റെ മക്കളോടാണെങ്കിൽ എത്ര പ്രാവശ്യം പറഞ്ഞാലും ചെരുപ്പ് ഒതുക്കി വെക്കാൻ പറഞ്ഞ് ഒതുക്കി വെക്കില്ല. അവർ തോന്നുന്നിടത്ത് കൂരിട്ടിട്ട് അങ്ങോട്ട് പോകും. ചിലപ്പോൾ ഒക്കെ ഗേറ്റിൻ്റെ അവിടെ നിന്നൊക്കെ ചെരുപ്പ് പറക്കി കൊണ്ടുവരാറ്, ഇവർ എറിഞ്ഞ് കളിച്ചിട്ടൊക്കെ. അത് പിന്നെയും സഹിക്കാം. ചിലപ്പോൾ ഈ സിറ്റ് ഔട്ടിലൊക്കെ കൂരിട്ടിട്ട് അങ്ങ് പോവും. അപ്പോൾ നമുക്ക് ആകെ നമ്മുടെ ടെമ്പറൊക്കെ തെറ്റും. എനിക്ക് വീട്ടിൽ നിന്ന് പോയി വന്ന കാരണം തന്നെ ഈ ടൈലുകളുടെ ഇടയിൽ നിന്ന് ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പുല്ലുകളൊക്കെ മുളച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സാധാരണ ഞാൻ അടിച്ച് വരുമ്പോൾ പുല്ലുകൾ കയ്യോടെ തന്നെ പറിച്ച് കളയാറാണ് പതിവ്. ഇതിപ്പോൾ ഒരാഴ്ച നാട്ടിലായിരുന്നതിൻ്റെ ഒക്കെ കാണാനുണ്ട് കേട്ടോ. ഞാൻ അടിച്ച് വരുമ്പം നമ്മൾ ഈ മുറ്റത്ത് ടൈല് വിരിക്കുമ്പോഴേ ടൈല് വിരിക്കണേക്കാൾ മുന്നായിട്ട് ബേബി മെറ്റൽ ഇടുമല്ലോ, അതിട്ട് കഴിഞ്ഞിട്ട് പോളിസ്റ്ററിൻ്റെ ഒരു സാരി വിരിച്ച് കൊടുക്കണം എന്നാണ് പറയണേ. അങ്ങനെ വിരിച്ച് കൊടുത്തിട്ട് നമ്മുടെ ഈ ടൈല് ഇങ്ങനെ വിരിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഇങ്ങനെ പുല്ലൊന്നും ഇടയിൽ കയറി വളരില്ല. അപ്പം എൻ്റെ അടുത്തല്ല അടിച്ച് വരൽ കഴിഞ്ഞു, മുറ്റടിക്കൽ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി ഒന്ന് കുളിക്കണം. അയ്യോ, അതല്ല ഇനി മറ്റേ മുകളിൽ ഇതൊക്കെ തട്ടണം, പൊടിയൊക്കെ തട്ടി ഇനി അടിച്ച് വരി തുടയ്ക്കണം. ഒരു പരിപാടികളുണ്ട്, ഞാൻ മറന്നുപോയി. പിന്നെ ഈ ചൂലിനുണ്ടല്ലോ, നമ്മൾ തൃശ്ശൂരൊക്കെ ചൂല് അടിച്ചു വരുന്ന ചൂലെന്ന് പറയും. ഈ ട്രിവാൻഡ്രംകാരെന്താ പറയാന്നറിയോ? തുറപ്പാന്ന് പറയാം, തുറപ്പ. ഞാൻ ആദ്യമായിട്ട് കേൾക്കായിരുന്നു തുറപ്പാന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇപ്പോൾ പറഞ്ഞിപ്പോൾ ഇവിടുത്തുകാരോട് പറയുമ്പോൾ ഞാൻ തുറപ്പാന്ന് പറയും. ഈ ചൂലിന് തന്നെ 2-3 പേരുണ്ട് കേട്ടോ. കണ്ണൂരുകാരി ഫ്രണ്ട് ഉണ്ട് എനിക്ക്, സുനിത. അവളുടെ അവിടെ മാച്ചി എന്നാ പറയാൻ തോന്നുന്നുണ്ട്. മാച്ചി, ചൂലിനെ മാച്ചി എന്ന് പറയും. ട്രിവാൻഡ്രംകാർ തുറപ്പാന്ന് പറയും. പിന്നെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ചൂലെന്ന് തന്നെ പറയാൻ തോന്നുന്നു. വേറെ നിങ്ങളുടെ ഏതെങ്കിലും നാടുകളിൽ ചൂലിന് വേറെ പേരുണ്ടോ? അതുണ്ടെങ്കിൽ തന്നെ എനിക്ക് പറഞ്ഞു തന്നോളൂ. എനിക്കിങ്ങനെ പുതിയ പുതിയ കാര്യങ്ങൾ അറിയാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അടുത്ത പണികളിലേക്ക് പോകാം. സാധാരണ വെക്കേഷനൊക്കെ നാട്ടിൽ പോകുമ്പോൾ ഞങ്ങൾ മാത്രമേ നാട്ടിൽ നിൽക്കാറുള്ളൂ കേട്ടോ. ചേട്ടൻ ഇവിടെ നിൽക്കാറ് ജോലിക്ക് പോകേണ്ട കാരണം. പക്ഷേ ഇപ്രാവശ്യം ഓണ വെക്കേഷന് ചേട്ടൻ ഒരാഴ്ച ലീവ് എടുത്ത് ഞങ്ങളുടെ കൂടെ ഒരാഴ്ച നാട്ടിലുണ്ടായിരുന്നു. കാരണം കുറച്ച് നാളായിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ നാട്ടിലേക്കൊക്കെ പോയിട്ടേ. അപ്പോൾ ഒരാഴ്ച നാട്ടിലൊക്കെ അപ്പച്ചൻ്റെയും അമ്മച്ചൻ്റെയൊക്കെ കൂടെ നിന്ന് അപ്പോൾ നല്ല ഹാപ്പി ആയിട്ടിരുന്നു. പക്ഷേ അതിനനുസരിച്ച് ഇവിടെ വീടൊക്കെ പൊടിയൊക്കെ പിടിച്ച് എത്രയൊക്കെ നമ്മൾ വൃത്തിയാക്കിയിട്ടിട്ട് പോയാലും വരുമ്പോൾ ഒരു പൂപ്പലിൻ്റെയൊക്കെ ഒരു മണം വരും. ഇങ്ങനെ മാറാമ്പലൊക്കെ കൂട് കെട്ടി, പിന്നെ ഫാനും എല്ലായിടത്തും പൊടിയൊക്കെ പിടിച്ചിട്ടിരിക്കണ്ടോ. അപ്പോൾ അതൊന്ന് ക്ലീൻ ആക്കിയിട്ട് വേണം നമുക്ക് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാൻ എല്ലാ കാര്യങ്ങളെ. നമ്മുടെ വീടുകളിൽ ഏറ്റവും കൂടുതൽ പൊടി പിടിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഒന്ന് ജനലേറെ കമ്പികൾ, പിന്നെ വരുന്നത് ഈ ഫാനിൻ്റെ ലീഫുമ്മയൊക്കെയാണ് കേട്ടോ. പെട്ടെന്ന് പൊടി പിടിക്കും. അപ്പം അതുകൊണ്ട് നമ്മൾ ഒരാഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇത് വൃത്തിയാക്കി ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റ് വൃത്തിയിലിരിക്കും. ഈ മാറാമ്പലക്കൂട്, ഈ എട്ടുകാലിയുടെ വലയൊക്കെ ഇല്ലേ, അതൊക്കെ ഇതുമേ പെട്ടെന്ന് ഇങ്ങനെ പിടിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഒരാഴ്ച കൂടുമ്പോൾ ഇങ്ങനെ തുടച്ചാൽ മതിയാവും കേട്ടോ. അപ്പോൾ അങ്ങനെ തുടച്ച് കഴിഞ്ഞാൽ നല്ല വൃത്തിയിൽ ഇങ്ങനെ കിടന്നോളും. പിന്നെ നമ്മൾ എല്ലാ ദിവസവും അടിച്ച് വരുമ്പോൾ വെറുതെ കൈയോടെ എത്തിച്ചിട്ടൊന്ന് പൊടി തട്ടി വെച്ചാൽ മതി. അപ്പോൾ പിന്നെ കുഴപ്പമില്ല. എൻ്റെ മെയിൻ ഹോളും ഡൈനിങ് ഹോളും തമ്മിൽ ഈ ഒരു സെപ്പറേഷനാണ് കേട്ടോ. പ്ലൈവുഡിൻ്റെ ഈ സെപ്പറേഷൻ വെച്ചിരിക്കണേ. ഈ പ്ലൈവുഡിൻ്റെ ഉള്ളിലും 8 കാലി വല കിട്ടും. ഒരു ദിവസം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ തട്ടാൻ മറന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം അത് ഇരട്ടിയായിട്ടിരിക്കണ്ടാവും. പിന്നെ നാട്ടിൽ പോയി നിന്ന് വന്നു കഴിഞ്ഞാലത്തെ അവസ്ഥ പിന്നെ പറയാനുണ്ടാവും. ഒരുപാട് 8 കാലിയുടെ വലയായിരുന്നു കേട്ടോ. അതൊക്കെ തട്ടിയിട്ട് വേണം നമുക്ക് ഇനി അടിച്ചു വരാൻ. ഇതിനും മാത്രമേ 8 കാലിക്ക് എവിടെ നിന്നാണോ ഇത്രയും വില? ഒരു ദിവസം അങ്ങ് തട്ടാൻ മറന്നു കഴിഞ്ഞാൽ പിന്നത്തെ കാര്യം പറയണ്ട, അത് വേറെ കാര്യം. ഇത് തട്ടിയ സ്ഥലത്താണെങ്കിലും പിറ്റേ ദിവസം ആകുമ്പോഴേക്കും അതേ ഷേപ്പിൽ തന്നെ വല കെട്ടി വെച്ചിട്ടുണ്ടാവും. ഞാൻ വിചാരിക്കുന്നത് ഇത് എങ്ങനെ അവർക്ക് ഇങ്ങനെ പറ്റണേന്ന്. ഈ ടൈമിൽ ഞാനിങ്ങനെ എൻ്റെ വീഡിയോ എടുക്കുന്ന സമയത്ത് എൻ്റെ ക്യാമറ നിലത്ത് വീണായിരുന്നു കേട്ടോ.
അത് നിലത്ത് വീണ് ഒരു സൈഡ് ഇങ്ങനെ ജാമായിപ്പോയി. ഞാൻ ആകെ പേടിച്ച് പോയി. അധികം നാളായിട്ടില്ല ഈ ക്യാമറ വാങ്ങിയിട്ട്. ഞാനപ്പോൾ സ്റ്റുഡിയോയിലേക്ക് ചെന്നു. ഞങ്ങളുടെ അടുത്ത് തന്നെ ഒരു സ്റ്റുഡിയോ ഉണ്ട്. ആ സ്റ്റുഡിയോയിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞത് ഇനി തൊട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ലെൻസൊക്കെ ഇനി ഭയങ്കര പ്രശ്നമാവും, നിങ്ങൾ ഇതേപോലെ തന്നെ ഞങ്ങൾ സോണിയുടെ കമ്പനിയിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ പോയി. അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു എന്തായാലും പറ്റില്ല, ഫിസിക്കൽ ഡാമേജിനൊന്നും നമുക്കിങ്ങനെ വാറണ്ടി തരാനൊന്നും പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഇവിടെ അടുത്തുള്ള വേറെ കടയിലേക്കൊക്കെ കൊണ്ടുപോയി. ആകെ സങ്കടമായിട്ടിരിക്കുന്ന സമയത്താണ് കേട്ടോ ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കണേ. വലിയ സുഖമൊന്നും ഇല്ല, പക്ഷേ ആകെ സങ്കടമായിരുന്നു. പിന്നെ ചേട്ടനോട് പറഞ്ഞു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു കുഴപ്പമുണ്ടാവില്ല, നമുക്ക് ശരിയാക്കാം എന്നൊക്കെ ഒരു ധൈര്യം തന്നപ്പോഴാണ് പിന്നെ ഞാൻ വീണ്ടും വീഡിയോ എടുക്കാമെന്ന് തന്നെ വിചാരിച്ചേട്ടാ. അപ്പോൾ പെട്ടെന്ന് ഞാനിപ്പോൾ ആ ക്ലീനിങ് ആക്കി ചെയ്യണതിൻ്റെ ഇടയിൽ പെട്ടെന്ന് എൻ്റെ ക്യാമറ നിലത്ത് വീണു. ട്രൈപോഡ് ഞാൻ അത്രയും സൂക്ഷിച്ചുകൊണ്ട് നടക്കുന്ന ഒരു ക്യാമറയായിരുന്നു. പക്ഷെ ട്രൈപോഡിൽ ഞാൻ ഫിറ്റ് ചെയ്തിട്ട് ട്രൈപോഡ് ഇങ്ങോട്ട് തിരിച്ച് വെച്ചപ്പോൾ കറക്റ്റ് ആ സീറ്റിങ് അത് കറക്റ്റായില്ല തോന്നുന്നു. ട്രൈപോഡ് അടക്കം വീണു. ഞാനത് ഇപ്പം തന്നെ പോയിട്ട് സ്റ്റുഡിയോയിൽ പോയി കണ്ടാൻ്റെ ക്യാമറ ഇവിടെ ഈ സൈഡ് ഇങ്ങനെ ചെരിഞ്ഞു പോയി. അതിനി എന്താ ചെയ്യാൻ ഞാൻ സ്റ്റുഡിയോയിൽ പോയപ്പോൾ അത് ജാമായിരിക്കുന്നതാണ്, മറ്റേ സർവീസ് സെൻ്ററിൽ തന്നെ പോകേണ്ടി വരും എന്ന് പറഞ്ഞ്. എനിക്ക് നമ്മൾ സങ്കടമായിട്ട് പാടില്ല. ഞാൻ ചേട്ടനോട് പറഞ്ഞപ്പോൾ ചേട്ടൻ പറഞ്ഞു എന്തിട്ട് ചെയ്യാൻ വീണിട്ടല്ലേ സൂക്ഷിക്കേണ്ട. ഞാൻ പരമാവധി ഞാൻ സൂക്ഷിച്ചുകൊണ്ട് നടക്കുന്ന സാധനം. പക്ഷെ ആ ട്രൈപോഡ് അടക്കം ഇങ്ങനെ വീണു. ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. പക്ഷെ പെട്ടെന്ന് ഇങ്ങനെ ഞാൻ തിരിച്ചു വെച്ചപ്പോൾ അത് ഇരുന്നിട്ടുണ്ടാവുമെന്ന് വിചാരിച്ചു. പക്ഷെ വീണു പോയി. കണ്ട ഇങ്ങനെ ചെരിഞ്ഞത്. അയ്യോ, ഇത്ര കഷ്ടപ്പെട്ട് ഞാൻ വാങ്ങിയത്. ചേട്ടൻ വാങ്ങിയാൽ ഇത്തിരി കഷ്ടം ഉണ്ടായേ. ഇനി കുഴപ്പമൊന്നും വണ്ടിരുന്നാൽ മതിയായിരുന്നു. കണ്ടാ ഞാനെന്താ പാച്ചു ഇനി ഇഷ്ടം കൂടുമ്പോ എന്താ വിളിക്കാം? അമ്മ ഇഷ്ടം കൂടുമ്പോ എന്താ വിളിക്കാം? പാച്ചുനെ എന്താ വിളിക്കട്ട കൂടുമ്പോ? ചക്കര കുട്ടാ പറഞ്ഞേ പറ. ഇവരാണ് വീഡിയോ എടുക്കുമ്പോ കിടന്ന് ഓളിടുന്ന ആള്. ചക്കര കുട്ടാ പഞ്ഞേ ചക്കര കുട്ടാ ഭയങ്കര സ്നേഹം. എപ്പോഴും അവനെടുത്തോണ്ട് ഇങ്ങനെ നിൽക്കണം. അമ്മേനെ പൊന്നി പൊഞ്ഞാണില്ല. അമ്മേനെ പൊന്നി അമ്മേന്റെ പൊന്നാണോ? അമ്മേന്റെ കുഞ്ഞാണോ? ആ കുട്ടാ അങ്ങനെ പാച്ചൂട്ടിനെ കളിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം ഒന്ന് വിചാരിച്ചൊന്ന് തല്ലി മേലൊക്കെ ഒന്ന് പോയി ഒന്ന് കുളിക്കാമെന്ന്. ഹെയർ പാക്ക് ഇട്ടുകൊണ്ട് തന്നെ കുളിക്കാൻ തന്നെ വിചാരിച്ചു. അപ്പോഴാണ് ഫാമിലി കോളായിട്ട് ഇങ്ങനെ വീഡിയോ കോൾ വന്നത് കേട്ടോ. അങ്ങനെ വീഡിയോ കോളൊക്കെ വിളിച്ച് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ഞാനിങ്ങനെ എൻ്റെ ഹെയർ പാക്കിൻ്റെ പ്രിപ്പറേഷൻസൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. വേറെ ഒന്നും കാര്യമായിട്ടൊന്നും ചെയ്യണില്ല. ഒലിവൊക്കെ കുതിർക്കാനൊക്കെ ആയിട്ട് മറന്നുപോയായിരുന്നു. അപ്പോൾ ഞാൻ വെറുതെ സവാളയും മുട്ടയും കറിവേപ്പിലയും പിന്നെ കുറച്ച് ഹെന്ന പൗഡറും കൂടി ഇരിക്കുന്നുണ്ട്, അതുകൂടിയും ചേർത്തൊന്ന് മിക്സ് ചെയ്തിട്ട് അങ്ങോട്ട് പറ്റാമെന്ന് വിചാരിക്കാൻ കേട്ടോ. ക്യാമറ വീണതിന് ശേഷം ഞാനിപ്പോൾ എടുക്കുന്ന വീഡിയോസൊക്കെ എൻ്റെ ചേട്ടൻ്റെ ഫോണിൽ എടുക്കണം കേട്ടോ. ഇന്ന് തന്നെ ചേട്ടൻ മറ്റേ സോണിയുടെ അവിടെ കമ്പനിയിലേക്ക് ഷോറൂമിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കാരണം വേഗം കുളിച്ച് റെഡി ആയിട്ടൊക്കെ ഒന്ന് നിൽക്കണം. അപ്പോൾ എന്തായാലും ഈ ഹെയർ പാക്ക് ഇട്ട് കഴിയാൻ പോണേൻ്റെ തൊട്ട് മുന്നേ ചേട്ടൻ വിളിച്ച് പറഞ്ഞു വേഗം റെഡി ആയിട്ട് നിന്നു, നമുക്ക് ഞാൻ തിരി നേരത്തെ വരും വന്ന വഴിക്ക് പോകണമെന്ന്. അപ്പോൾ എൻ്റെ ഹെയർ പാക്ക് ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ സാധാരണ ഇങ്ങനെ നമ്മൾ കെട്ടാറ്. അപ്പോഴാണ് ശ്രുതി പറഞ്ഞത് ചേച്ചി ഇങ്ങനെ നമ്മൾ കെട്ടണേക്കാളും നല്ലത് ഇങ്ങനെ നമ്മുടെ നെറുകയിൽ ഇങ്ങനെ കെട്ടി ഇങ്ങനെ ചുറ്റി വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ലതാണ്, നമ്മുടെ ഹെയറിനും നല്ലതാണ്. പിന്നെ നമ്മുടെ ബാക്ക് ഭാഗത്തൊക്കെ നന്നായിട്ട് ഹെയർ പാക്കൊക്കെ തേച്ച് കൊടുക്കാനൊക്കെ ആയിട്ട് പറ്റുമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ചെയ്യാനിട്ട്. എനിക്കാണെങ്കിൽ ഇത് കെട്ടി വശമില്ല, ഞാൻ ഇങ്ങനെ കെട്ടാറില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്കാണെങ്കിൽ എന്തുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാനായിട്ട് പറ്റണില്ല കേട്ടോ. പിന്നെ ഒരു വിധത്തിൽ അങ്ങോട്ട് കെട്ടി വെച്ചു. പക്ഷെ കെട്ടി വെച്ചിട്ടൊന്നും ശരിയൊന്നായില്ല. അത് വീണ്ടും ഇങ്ങനെ അഴിഞ്ഞിങ്ങനെ പോവായിരുന്നു. അവസാനം എനിക്ക് ദേഷ്യം വന്നിട്ട് അഴിച്ചു കളിഞ്ഞ് സാധാരണ പോലെ തന്നെ കെട്ടി വെച്ചു കേട്ടോ. 20 മിനിറ്റ് കഴിയണം. അതുവരെ നമുക്ക് ഇതൊക്കെ കുറച്ച് വാഷ് ബേസിനൊക്കെ ക്ലീൻ ആക്കാം.
വാഷ് ബേസിൻ എല്ലാ ദിവസവും ഞാൻ കഴുകിയിടാറുണ്ട് കേട്ടോ. അപ്പോൾ അത് കാരണം വലിയ അഴുക്കൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരാഴ്ച നാട്ടിൽ നിന്നതിൻ്റെ ഒരു ചെറിയ വാട്ടം കാണാണ്ട്. പിന്നെ വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഞാൻ ഹാൻഡ് വാഷ് കൊണ്ട് തന്നെ കഴുകിയിടും. അപ്പോൾ തന്നെ വേറെ കെമിക്കലൊന്നും അത് കാരണം ഉപയോഗിക്കേണ്ടി വരാറില്ല. അപ്പോൾ കഴുകിയിടണമായിരുന്നേ. വാഷ് ബേസിനും കൂടി കഴുകി വന്നപ്പോൾ എൻ്റെ എല്ലാ പണിയും കഴിഞ്ഞു. പിന്നെ എനിക്ക് കുറച്ച് സമയം കൂടി ബാക്കിയുണ്ട്. അപ്പോൾ തോന്നി എനിക്കൊരു ഫേസ് പാക്ക് ഇടാന്ന്. അപ്പോൾ ഒരു തട്ടിക്കൂട്ട് ഫേസ് പാക്ക് അങ്ങോട്ട് ഇടാമെന്ന് വിചാരിച്ചു. വേറെ ഒന്നുമില്ല കേട്ടോ, മുട്ടയും കാപ്പിപ്പൊടിയും നമ്മുടെ കോൺഫ്ലോറൊക്കെ കൂട്ടി ചേർത്തിട്ടൊരു ഫേസ് പാക്ക്. ഈ മുട്ട നമ്മുടെ സ്കിന്ന് ടൈറ്റ് ആവാൻ ഭയങ്കര നല്ലതാണ് കേട്ടോ. അപ്പം എൻ്റെ ഒരു ഏജിലുള്ളവർക്കൊക്കെ ഈ ഫേസ് പാക്ക് വളരെ നല്ലതായിരിക്കും. ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഇങ്ങനെ ഒരു ഫേസ് പാക്ക് ഇടുന്നത് വളരെ നല്ലതാണ്. ഇതിലത്തെ കാപ്പിപ്പൊടി ഞാൻ എൻ്റെ മിക്ക ഫേസ് പാക്കിലും കാപ്പിപ്പൊടി യൂസ് ചെയ്യാറുണ്ട്. എൻ്റെ സ്കിന്നിന് നന്നായിട്ട് പറ്റും കാപ്പിപ്പൊടി. പിന്നെ കാപ്പിപ്പൊടി ചേർത്തിട്ടുള്ള ഫേസ് പാക്ക് ഇട്ട് കഴിഞ്ഞാൽ ഒരു ഭൂതം കണക്കിയിരിക്കുമെന്ന് മാത്രമല്ല കേട്ടോ. എൻ്റെ മുഖം കണ്ടില്ലേ, ശരിക്കൊരു ഭൂതത്തിന് പോലെയായിരുന്നു. കുഴപ്പമില്ല കേട്ടാ, ഒരു ചെറിയൊരു ഗ്ലോ പോലെയൊക്കെ തോന്നുന്നുണ്ട്. പക്ഷെ ഒരു പ്രാവശ്യം ഇട്ടിട്ട് കാര്യമില്ല. 2-3 ദിവസം അടുപ്പിച്ച് മുട്ട ഇതുകൊണ്ട് ഒന്നിടവിട്ടിട്ട് ഇടണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഒന്നിടം ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണെന്നാണ് എല്ലാവരും പറയണേ. പക്ഷെ ഞാനിപ്പോൾ ഇരിക്കുന്നത് ഞാൻ മാത്രം, എനിക്ക് തോന്നിയിട്ട് ഞാൻ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയ പാക്കാണ് കേട്ടോ. പക്ഷെ വലിയ കുഴപ്പമൊന്നുമില്ല, എനിക്കിഷ്ടപ്പെട്ടു. ഞാനതിപ്പോൾ 2-3 ദിവസം ട്രൈ ചെയ്തിട്ട് പറഞ്ഞുതരാം കേട്ടോ. കുറച്ച് ക്രീമും സംഭവങ്ങളൊക്കെ പറ്റണം. അപ്പൊ ഞാൻ പറ്റട്ടെ, എന്നിട്ട് കാണാം. അപ്പൊ ഞാൻ മുകളിലൊക്കെ ഒന്ന് പൊടി കളിക്കണമെന്നൊക്കെ വിചാരിച്ചത്. അപ്പോഴേക്കും എൻ്റെ ക്യാമറ ഒക്കെ വീണ ആകെ ഡസ്റ്റായി, വിഷമായി. പിന്നെ കുറച്ച് നേരമൊക്കെ വിഷമിച്ചിരുന്നു. പിന്നെയാണ് ഞാൻ വീണ്ടും എടുത്തു തുടങ്ങിയത്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു നാളെ ചെയ്യാമെന്ന്. നാളെ ഇനി മുകളിലത്തെ ഒക്കെ അടിച്ച് വാരി തുടച്ച് ഒക്കെ റെഡിയാക്കണം. ഞാൻ ഇതിനിടയിൽ ഞാൻ തുടച്ചു വിട്ടാ. അതിനിടയിൽ എനിക്ക് വീഡിയോ എടുക്കാൻ നിന്നൊരു സുഖം ഉണ്ടായില്ല. പിന്നെ ചേട്ടൻ പറഞ്ഞു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെയാണ് ഒരു സമാധാനമായത്. ഇനി മുകളിൽ പോയിട്ട് നാളെ പൊടി തട്ടി തുടച്ച് ബാത്റൂമൊക്കെ ഒന്ന് കഴുകി. എല്ലാ ബാത്റൂമും ഞാൻ നാളെ കഴുകണല്ലോ. ഒറ്റ ദിവസം കൊണ്ട് തന്നെ നമ്മളെല്ലാതും ചെയ്ത് കഴിഞ്ഞാൽ വയ്യാണ്ടായിരിക്കും. അപ്പൊ ഇന്ന് ഒരു മതിരിപ്പെട്ട പണികളൊക്കെ കഴിഞ്ഞ് ഇനി നാളെ ചെയ്യാം. ഞാൻ കുറച്ച് തുണികളൊക്കെ മുകളിൽ അലക്കി ഇട്ടിട്ടുണ്ട്. അത് ഒന്ന് വിരിച്ചിടണം. അന്ന് ഇതോടുകൂടി എൻ്റെ പണികൾ കഴിക്കും. അതിനിടയിൽ ആദൂട്ടം വന്നു. അവന് ഓരോന്ന് വെച്ചു കൊടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് വാശി പിടിക്കാം. ശിവ. അപ്പൊ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളട്ടാ. ചേച്ചി ബൈ. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചോളൂട്ടാ എൻ്റെ ആ ക്യാമറ ഒരു കുഴപ്പമില്ലാണ്ട് കിട്ടാൻ.